വൺ പീസ് ചാപ്റ്റർ 1151 സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പോയിലേഴ്സിലുള്ള സംഭവങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്പോയിലേഴ്സ് ഉള്ളത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഏകദേശം 5K സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൈൻ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. കവർ സ്റ്റോറിയിൽ ഇപ്പോഴും നമ്മുടെ വാനോല സ്റ്റോറി തന്നെയാണ് നടക്കുന്നത്. യാമട്ടോ ഒരു സുമോ കോൺടെസ്റ്റ് പങ്കെടുക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ വി കണ്ടിന്യൂ ഫ്രം ദ ലാസ്റ്റ് ചാപ്റ്റർ. മോർ ജൈൻസ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഡീമൺസ് ആൻഡ് മോർ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സ് ആർ എമർജ് ഫ്രം ദ ചിൽഡ്രൻസ് ഡ്രീം. പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ അവസാനിച്ച അവിടുത്തെ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിരുന്നു ഒരുപാട് ജയൻസിനെ അതുപോലെ തന്നെ ഡ്രീം മോൺസ്റ്റേഴ്സ് കൂടിയുള്ള ഒരു പാനലിലായിരുന്നു നമ്മുടെ ചാപ്റ്റർ അവസാനിച്ചിരുന്നത്. എന്നാലും നമ്മുടെ പുതിയ ചാപ്റ്റർ തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഒരുപാട് പുതിയ ജയൻസ് ഡീമൺസിലേക്ക് കൺവേർട്ട് ആകുകയും അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രീമിൽ നിന്ന് ഒരുപാട് ഡ്രീം മോൺസ്റ്റേഴ്സ് പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് വീണ്ടും. അപ്പോൾ ഇവിടെയുള്ള ഓപ്പണൻസ് ഒന്നും പോരാഞ്ഞിട്ട് വീണ്ടും ഓപ്പണൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൽബാഫ് എനിക്ക് തോന്നുന്നത് ഈ ആർക്ക് കഴിയുന്നതിന് മുമ്പ് ഇല്ലാതാകുമെന്നാണ്. വി സി കില്ലിംഗ്ഹാം ഹൈബ്രിഡ് ഫോം. ഹി ഹാസ് എ ഹ്യൂമൻ ഫേസ് വിത്ത് സ്പൈക്കി ടീത്ത്. തൊട്ടടുത്തായിട്ട് നമ്മളെ കില്ലിംഗ്ഹാമിൻ്റെ ഒരു ഹൈബ്രിഡ് ഫോം കാണുകയാണ്. ആ ഹൈബ്രിഡ് ഫോമിലായിക്കോട്ടെ നമ്മളെ കില്ലിംഗ്ഹാമിന് ഏകദേശം നമ്മുടെ നെസ്ജൂറിനെ പോലെ തന്നെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാനാണ് ചാൻസ് കൂടുതൽ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഹ്യൂമൻ ഫേസും അതുപോലെ തന്നെ ഒരു സ്പൈക്കി ടീത്തും ഉള്ളൊരു രൂപമാണ് ഉള്ളതെന്ന്. അതുമാത്രമല്ല ഇതിന് മുമ്പ് നമ്മളെ കണ്ട കില്ലിംഗ്ഹാം ഏകദേശം ഒരു കുതിരനെ പോലത്തെ രൂപമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹ്യൂമൻ ഹൈബ്രിഡ് ഫോമും ഏകദേശം അതുപോലെ തന്നെയുള്ള ഒന്നാകാനാണ് ചാൻസ് കൂടുതൽ. വി ഗെറ്റ് എ ഫ്ലാഷ് ബാക്ക് ഓഫ് ചോപ്പർ സേവിംഗ് ഗബാൻ യൂസിങ് ഗാർഡ് പോയിന്റ് ആൻഡ് ലൂഫി സെൻസ് ഹിസ് പ്രസൻസ് ആൻഡ് ഓൾസോ സെൻസ് ഗബാൻ. പിന്നെ തൊട്ടടുത്ത സീനിൽ നമുക്കൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ചോപ്പർ നമ്മുടെ ഗബാനെ സേവ് ചെയ്യുന്നത് അത് നമ്മുടെ ലൂഫി സെൻസ് ചെയ്യുന്നതുകൊണ്ട് ചോപ്പറിനെ മാത്രമല്ല നമ്മുടെ ഗബാനെയും നമ്മുടെ ലൂഫി സെൻസ് ചെയ്യുന്നുണ്ട്. മോസ കോൾസ് ലോക്കി വൺ ലാസ്റ്റ് ടൈം താങ്കിങ് ഹിം ഫോർ സംതിങ്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മോസ എന്ന് പറയുന്ന ആ ക്യാരക്ടർ നമ്മുടെ ലോക്കിയായിട്ട് ആദ്യമൊക്കെ കോൺടാക്ട് ചെയ്തിരുന്ന ആ ക്യാരക്ടർ നമ്മുടെ ലോക്കിനെ അവസാനമായിട്ടൊന്ന് വിളിക്കുകയാണ്. വൺ ലാസ്റ്റ് ടൈം എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ ജൊറൽ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നല്ല ഇപ്പം മരിക്കാൻ ചാൻസ് ഉള്ളത് ആ ക്യാരക്ടർ മാത്രമാണ്. അതുകൊണ്ടായിരിക്കും വൺ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ചാപ്റ്ററിൽ ഒരു പക്ഷേ നമുക്ക് ഈ മോസ എന്ന് പറയുന്ന ക്യാരക്ടർ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിരിക്കും. Luffy's group reunites with Chopper and Gaban and they discover that is actually Chopper Gaban from Roger's Pirates. പിന്നെ നമ്മുടെ ലൂഫിൻ്റെ ഗ്രൂപ്പ് നമ്മുടെ ചോപ്പറുമായിട്ട് റീയൂണൈറ്റ് ആകുകയാണ്. അപ്പോഴാണ് നമ്മുടെ ലൂഫിക്കൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ ഗബാൻ നമ്മുടെ റോജർ പാരറ്റിലെ ഒരു മെമ്പർ ആയിരുന്നു. അപ്പോൾ ഇതറിയുന്ന നമ്മുടെ ലൂഫിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കും. കാരണം നമ്മുടെ റെയിലിനെ കണ്ടപ്പോഴുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഫിക്ക് നമ്മുടെ റോജർ എത്രമാത്രം വലിയൊരു ഫിഗറാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ഗബാൻ ഒരു റോജർ പാരറ്റ് മെമ്പറാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന റിയാക്ഷൻ നമ്മൾ കണ്ടറിയേണ്ടി തന്നെ വരും എങ്ങനെയുള്ളതായിരിക്കും എന്ന്. Someone says that Gaban is the Roger's crew third strongest man. Gaban insists that he was actually the second strongest. അപ്പോൾ അവിടെ ആരോ പറയും നമ്മുടെ ഗബാൻ നമ്മുടെ റോജർ പൈററ്റ്സിലെ തേർഡ് സ്ട്രോങ്സ്റ്റ് മാൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗബാന് പിടിക്കില്ല. ഗബാൻ പെട്ടെന്ന് പറയും സെക്കൻഡാണ് ഞാനെന്ന്. ഇതേ സംഭവം നമ്മൾ സ്ട്രോ ഹെഡ്സിലും കാണാറുണ്ട്. നമ്മുടെ സോറോയും നമ്മുടെ സാഞ്ചിയും തമ്മിൽ ഇതുപോലെ തന്നെയുള്ള ഒരു റൈവൽറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗബാൻ്റെയും നമ്മുടെ റെയിലിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെയുള്ള റൈവൽറി ഉണ്ടെന്ന് ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപക്ഷെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റിയേക്കും. ചിലപ്പോൾ നമ്മുടെ ഗബാൻ നമ്മുടെ റെയിലിനെക്കാളും പവർഫുൾ ആകാനും ചാൻസ് ഉണ്ട്. ഇതുവരെ കാണിച്ചിട്ടുള്ള ഫീഡ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ റെയിലിനെക്കാളും പവർഫുൾ ഗബാനാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ഭാവിയിൽ നമ്മുടെ സാഞ്ചി ഒരു പക്ഷേ നമ്മുടെ സോറോനെ സർപ്പാസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടറിയാം. നമ്മൾ വീണ്ടും സ്പോയിലേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇമു യൂസസ് അനദർ കോൺഗ്രസ് ഹാക്കി അറ്റാക്ക് അക്രോസ് എൽബാഫ് എവരിവൺ ഷോക്ക്ഡ്. നമുക്കറിയാം നമ്മുടെ ഇമു സമ ഓൾറെഡി ഒരു കോൺഗ്രസ് ആക്കി അറ്റാക്ക് നമ്മുടെ എൽബാഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് വീണ്ടും ഒരു കോൺഗ്രസ് ആക്കി അറ്റാക്ക് കൂടി നമ്മുടെ ഇമു സമ എൽബാഫിൽ അൺലീസ് ചെയ്യാണ്. അതാണെങ്കിൽ എല്ലാവരും നോട്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ലൂഫി നോട്ടീസസ് ഇമൂസ് ഹാക്കി ആൻഡ് സേസ് ഹി അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പൻ. അങ്ങനെ അവസാനം നമ്മുടെ ലൂഫിയും നമ്മുടെ ഇമു സമനെ നോട്ടീസ് ചെയ്യാണ്. എന്നിട്ട് ലൂഫി പറയാണ് അവന് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഡയലോഗ് ചെറിയൊരു കുഴപ്പമില്ല. നമ്മുടെ ലൂഫി സാധാരണ എല്ലായ്പ്പോഴും എങ്ങനെയാണ് ആക്ട് ചെയ്യാമെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിലെന്തോ ഡിഫറൻ്റ് ആയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ലൂഫിക്ക് ഇമു സമനെക്കുറിച്ച് ആദ്യം അറിയാവുന്ന രീതിയിലാണ് നമ്മുടെ ലൂഫി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഇതിന് കാരണം നമ്മുടെ നിക്ക ഫ്രൂട്ട് ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ നിക്ക ആയിക്കോട്ടെ അതുപോലെ തന്നെ ജോയ് ബോയ് ആയിക്കോട്ടെ ഇവരൊക്കെ നമ്മുടെ ഇമുവായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരുടെയൊക്കെ വില്ല് നമ്മുടെ ലൂഫിയുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ഇമു സമനെക്കുറിച്ച് മനസ്സിലാക്കാൻ കാരണം. ദ ചാപ്റ്റർ എൻഡ്സ് വിത്ത് ലോക്കി സേസ് ദാറ്റ് ദേ നീഡ് ഹിസ് പവർ ആഫ്റ്റർ ഓൾ ആൻഡ് എവരിവൺ ഈസ് റെഡി ടു ഫൈറ്റ് ഇമു. അപ്പോൾ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മുടെ ലോക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെയും പവറിൻ്റെ ആവശ്യം വരുമെന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ലോക്കി ഫൈനലി ഫ്രീ ആയിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് എവരിവൺ ഈസ് റെഡി ടു ഫൈറ്റ്. അപ്പോൾ അതിൽ നമ്മളെ ലോക്കിയും പെടുന്നതായിരിക്കും. അപ്പോൾ ഫൈനലി ഒരു കാര്യം കൺഫേംഡ് ആയി നമ്മുടെ സ്ട്രോ ഹാഡ്സിൻ്റെ കൂടെയാണ് നമ്മളെ ലോക്കി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഒരുപക്ഷെ ഫ്യൂച്ചറിൽ നമ്മുടെ ലോക്കി നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ എന്തായാലും അതിന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഇത്ര മാത്രമാണ് സ്പോയിലേഴ്സിലുള്ളത്. എനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ ഇറങ്ങിയാലേ മനസ്സിലാക്കിയുള്ളൂ. പാനൽസും കാര്യങ്ങളൊക്കെ ഇറങ്ങാനും ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ ചാപ്റ്റർ ഇറങ്ങും. അതൊരു കാത്തിരുന്നതേ പറ്റൂ. പിന്നെ അടുത്ത ആഴ്ച ബ്രേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എത്തി വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.